പി.വി. അൻവറിനെതിരായ ഫോൺ ചോർത്തൽ ആരോപണത്തിൽ അന്വേഷണം എന്തുകൊണ്ടാണ് അവസാനിപ്പിച്ചത് എന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. തെളിവുകൾ ലഭിക്കാത്തത് കൊണ്ടാണെന്ന് സർക്കാരിന്റെ മറുപടി. തെളിവുകൾ നിങ്ങളല്ലേ കണ്ടുപിടിക്കേണ്ടത് എന്ന് കോടതിയുടെ മറുചോദ്യം. കൂടുതൽ വിവരങ്ങളുമായി ഷബ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. ഷബ്ന, ഹൈക്കോടതി കടുപ്പിച്ചു തന്നെയാണ് സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. തെളിവുകൾ ലഭിക്കാത്തത് കൊണ്ട് എന്നുള്ള സർക്കാരിന്റെ മറുപടി ഹൈക്കോടതി അംഗീകരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ കോടതിയുടെ ചോദ്യമായി വന്നിരിക്കുന്നത്? സ്വാതി, പി.വി. അൻവറിനെതിരായ ഫോൺ ചോർത്തൽ ആരോപണത്തിൽ അന്വേഷണം അവസാനിപ്പിച്ചതിനെതിരെയാണ് കോടതി ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അന്വേഷണം അവസാനിപ്പിച്ചത് എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം. തെളിവുകൾ ലഭിക്കാത്തത് കൊണ്ടാണ് എന്ന് സർക്കാർ മറുപടി നൽകി. എന്നാൽ തെളിവുകൾ കണ്ടെത്തേണ്ടത് സർക്കാരല്ലേ, പോലീസ് അല്ലേ എന്നതായിരുന്നു ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റെ ചോദ്യം. സമാന്തര ഭരണ സംവിധാനമാകാൻ ആരെയും അനുവദിച്ചുകൂടാ എന്ന് കോടതി വിമർശിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ IPS ഉദ്യോഗസ്ഥരെ ഫോൺ ചോർത്തിയെന്ന വെളിപ്പെടുത്തൽ ഗൗരവതരമാണ് എന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഫോൺ ചോർത്തൽ ആരോപണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചത്. അതോടൊപ്പം പി.വി. അൻവറിനെ വ്യക്തിപരമായും കോടതി വിമർശിക്കുകയും ചെയ്തു. സ്ഥിരമായി ഒരു MLA ആയിരുന്നയാൾ നിരന്തരം പത്രസമ്മേളനങ്ങൾ നടത്തുന്നു. പി.വി. അൻവർ ഒരു സമാന്തര ഭരണ സംവിധാനമായി മാറുകയാണോ എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം. ഏതായാലും ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് അന്വേഷണം സർക്കാർ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലെത്തുന്നത്. സർക്കാർ ഇതിൽ കാരണമായി അന്വേഷണം അവസാനിപ്പിക്കാൻ കാരണമായി പറയുന്നത് ഇതിൽ തെളിവുകളില്ല എന്നതാണ്. തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നതിനെ കുറിച്ചായിരുന്നു. എന്നാൽ ഇപ്പോൾ കോടതി ചോദിക്കുന്നത് ഇതിൽ തെളിവുകൾ കണ്ടെത്തേണ്ടത് സർക്കാർ തന്നെ അല്ലേ എന്നതാണ്. ഷബ്ന സൂചിപ്പിച്ചതുപോലെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് ഇത്തരം കാര്യങ്ങൾ കോടതി ചോദിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ ഇനി ഇത് CBI അന്വേഷണത്തിനായി വിടുമോ? കോടതിയുടെ തുടർ നടപടികൾ ഏത് രീതിയിലാണ്? അതുപോലെ തന്നെ പി.വി. അൻവറിനെതിരെ ഇതെല്ലാം കാര്യങ്ങളാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്വാതി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവറിനെ ഇതിൽ വ്യക്തിപരമായി കോടതി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫോൺ ചോർത്തി എന്ന ഈ വിവാദം ഉണ്ടാകുന്നത് തന്നെ അൻവർ ഒരു പത്രസമ്മേളനം നടത്തിയാണ് ഇത്തരത്തിൽ ഫോൺ ചോർത്തി എന്ന് വെളിപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ ഒരു പത്രസമ്മേളനം നടത്തി നിരന്തരം MLA ആയിരുന്നയാൾ ഈ രീതിയിൽ പത്രസമ്മേളനം നടത്തുകയും ഈ ഫോൺ ചോർത്തൽ നിയമവിരുദ്ധമായി ഫോൺ ചോർത്തി എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. അത് സമാന്തര ഭരണ സംവിധാനമായി പ്രവർത്തിക്കാൻ അനുവദിക്കരുത് എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ആ രീതിയിൽ ആരെയും അനുവദിക്കരുത്, ഇതിൽ തെളിവുകളില്ല എന്ന് സർക്കാർ പറയുന്നു. തെളിവുകൾ സർക്കാർ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. നിയമവിരുദ്ധമായി ഫോൺ ചോർത്തിയെന്ന് ആരോപിച്ച് കഴിഞ്ഞ സെപ്റ്റംബർ 1 മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി.വി. അൻവർ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുരുകേഷ് നരേന്ദ്രൻ എന്നയാൾ മലപ്പുറം SP-ക്കും DGP-ക്കും പരാതി നൽകിയിരുന്നു. ചീഫ് സെക്രട്ടറിക്ക് നിവേദനവും നൽകി. എന്നിട്ടും നടപടിയെടുക്കാത്തതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. സ്വർണ്ണക്കടത്തും കൊലപാതകവും അടക്കം ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ രാഷ്ട്രീയക്കാരും പോലീസുകാരും അടക്കമുള്ളവരുടെ ഫോൺ അനധികൃതമായി ചോർത്തിയിട്ടുണ്ട് എന്നതായിരുന്നു അന്ന് അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. രാജ്യസുരക്ഷ, പൊതു അടിയന്തര ആവശ്യം എന്നിവയ്ക്കല്ലാതെ ഫോൺ ചോർത്തൽ അനുവദനീയമല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു സ്വകാര്യ വ്യക്തി സ്വകാര്യ സംവിധാനത്തിലൂടെ ഈ പ്രവൃത്തി ചെയ്തത്. ഫോൺ ചോർത്തൽ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയുടെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ലംഘനമാണ് എന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ ഹർജിയിലാണ് സർക്കാർ ഇത്തരത്തിൽ തെളിവുകളില്ല എന്ന് വ്യക്തമാക്കിയത്. ഈ സാഹചര്യത്തിൽ കോടതി ഇത്തരം വിമർശനം സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ പി.വി. അൻവറിനെ വ്യക്തിപരമായും വിമർശിക്കുകയായിരുന്നു. ശരി ഷബ്ന, പി.വി. അൻവറിനെതിരായ ഫോൺ ചോർത്തൽ ആരോപണത്തിൽ അന്വേഷണം എന്തുകൊണ്ടാണ് അവസാനിപ്പിച്ചതെന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ചോദിക്കുന്നു. അതുപോലെ തന്നെ പി.വി. അൻവറിനെതിരെയും വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ ഹൈക്കോടതി ഉന്നയിക്കുന്നുണ്ട്.